ഹലോ വാട്സപ്പ് പീപ്പിൾ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 ഇൻ അബുദാബിയാണ്. അപ്പം നമ്മൾ രാവിലെയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ ഉച്ച കഴിഞ്ഞ്. അപ്പോൾ അമ്മ ഇതൊക്കെ ഉണ്ടാക്കി തന്ന് അതൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ ഇരുന്നൊരു സാധനം കൊണ്ട് അവൻ ലുട്ടാപ്പിയാന്ന് പറഞ്ഞ് അവൻ പറക്കുവാണ് കഴിച്ച്. അതിന് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി. നമ്മളിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ അതാണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ബസ് കാർഡ് സാധനമൊക്കെ മേടിക്കേണ്ടതോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യേണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് പന ഈന്തപ്പനയൊക്കെ നമുക്ക് കാണാം. അതിന് നമ്മൾ ഇതാണ് കേട്ടോ ബസ് സ്റ്റേഷൻ. ഇവിടുന്ന് സാധനമൊക്കെ മേടിക്കേണ്ടതൊക്കെ നമുക്ക് ഇവിടെ നിന്നും പനയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ നല്ല വെയിലാണ്. വെയിലെന്ന് വെച്ചാൽ എൻ്റെ പൊന്നടാവോ എന്നാ വെയിലാണെന്നറിയാം. നമ്മൾ റൂമിലിരിക്കുമ്പോൾ നമ്മളൊന്നും അറിയത്തില്ല. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ പൊന്നോ ഇത് എന്നാ ചൂടാണ്. അത് കഴിഞ്ഞ് വെയിലിച്ചിരി താന്നപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി. ഇവിടെ ഒരു 7:30 കേട്ടോ, സന്ധ്യയാണെങ്കിൽ സൂര്യൻ പോകണമെങ്കിൽ. അപ്പോൾ വരെ ഇവിടെ ഭയങ്കര വെട്ടമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം നടന്നപ്പോൾ സെറ്റപ്പ് വണ്ടി, എൻ്റെ പൊന്നു എന്നെ അടിപൊളി വണ്ടിയൊക്കെയാണെന്നറിയാമോ. ഈ വണ്ടിയെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് കഴിക്കാൻ വേണം എന്ന്. നോക്കി അവിടെ ഡോഡ്ജ് കണ്ടോ ഡോഡ്ജ് അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതിനിപ്പോൾ എന്ത് വേണം കഴിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് KFC വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടുത്തെ KFC കഴിച്ചിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ഇവിടുത്തെ KFC കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു ഇതൊന്നും തോന്നിയില്ല. എനിക്ക് നമ്മുടെ ഇവിടുത്തെ KFCയോടെ പിന്നെ ഒരു ഇത് തോന്നി, ഇഷ്ടം കൂടുതൽ തോന്നി, എന്നാന്നറിയത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല കേട്ടോ. അതിനകത്ത് ഐസ് മാത്രമേ ഉള്ളൂ. അതൊക്കെ ബാക്കിയൊക്കെ കുടിച്ച് അത് നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ ഷോപ്പിങ്ങിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ പിന്നെ ഞാനും അവനും ഏതെടുക്കണം കാരണം ഫുൾ ഡ്രസ്സ് അറിയാമല്ലോ, എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാണല്ലോ. ഞാനും അവനും ഓരോന്നൊക്കെ നോക്കി ഇത് വേണോ അത് വേണോ, അവൻ ഇത് വേണോ അത് വേണോ എന്നും പറഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി.